ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഔട്ടിംഗ് എത്തി നിൽക്കുന്നത് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിലാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളമൊഴുകുന്ന മനോഹരമായൊരു സ്ഥലമുണ്ട്. പിന്നെ കാട്ടിലൂടെ ഒരു കിടിലൻ ഹൈക്കിങ്ങും. ഒൻറ്റാരിയോയിലെ മനോഹരമായ ഈ ഒരു ഹൈക്കിംഗ് പ്ലേസ് ഫെറിസ് പ്രൊവിൻഷ്യൽ പാർക്ക്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല, കാഴ്ചകളിലേക്ക്. കാനഡയുടെ പല പ്രൊവിൻസിലും ഭൂപ്രകൃതികളിൽ വ്യത്യാസമുണ്ട്, അതും പല സീസണുകളായിട്ട്. ഞങ്ങൾ ഈ പോയൊരു സീസൺ എന്ന് പറയുന്നത് ഇല പൊഴിയുന്ന കാലത്താണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രകൃതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫോൾ സീസണാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇലകളൊക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പോകുന്ന വഴി കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. കുട്ടികൾക്കൊക്കെ നടക്കാൻ പറ്റിയ ട്രെയിലുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ട്രിപ്പ് എന്തുകൊണ്ടും വേർത്താണ്. അവരിത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, കണ്ടോ? എല്ലാവരും നമുക്കിവിടെ സ്റ്റോണൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇവിടെ നിന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചില യാത്രകൾ അങ്ങനെയാണ് സംഭവിച്ച് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ യാത്രയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ആ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അതിൻ്റെ ആകാംക്ഷ ഞങ്ങളിൽ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ആവേശത്തിനോട് കൂടെ ചെറിയ ഭയവും ഇല്ലാതില്ല. ചില യാത്രകൾ അങ്ങനെയല്ലേ, നമ്മുടെ അവസാനം വരെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് എത്ര ദൂരമാണ് നമ്മൾ നടക്കുന്നതെന്ന് പോലും അറിയില്ല. പിന്നെ ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം സൈഡിൽ കൂടെ തന്നെ വലിയൊരു റിവറാണല്ലോ ഒഴുകുന്നത്. രജിസ്റ്റേർഡ് ക്യാമ്പേഴ്സ് ഓൺലി. നല്ല കാടാണ്. അതിൻ്റെ അടുത്തൂടെ അരുകി ഒഴുകണോണ്ട് ആ സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ. നമ്മൾ അവർക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കാണ്ട് നടക്കുക. അപ്പോൾ നമ്മളെ അവർ ഉപദ്രവിക്കില്ല. മൂസുകൾ പോയിട്ടുള്ള കാൽപ്പാടുകളൊക്കെ ഉണ്ട്. അവര് വെള്ളം കുടിക്കാൻ വേണ്ടി അവര് വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാവൂലേ. നമ്മളന്ന് ഒട്ടകത്തിന്റെ ഫുട് പ്രിന്റ്സ് പോയി നോക്കി പോയില്ലേ? അതുപോലെയാണ്. ഒരുമിച്ചുള്ളൊരു മരവിടാ. കുട്ടികളാണെങ്കിൽ ചുറ്റുമുള്ള ആ ഒരു വനസൗന്ദര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹൈക്കിംഗ് ട്രെയിൽസ് ആണ്, ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കുറച്ചധികം നടന്നാൽ എന്താ, കുറച്ചെത്തിയപ്പോഴേക്കിൻ്റെ സൈഡിലെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു. മൊബൈൽ ഫോണിൻ്റെ ബഹളങ്ങളൊന്നുമില്ലാതെ പരസ്പരം സംസാരിച്ചും ചിരിച്ചും ഫോട്ടോകളൊക്കെ എടുത്താണ് ഞങ്ങൾ ഈ പാതയിലൂടെ മുന്നോട്ട് നീങ്ങിയത്. സൂക്ഷിച്ചിറങ്ങി ചാക്കെ. നല്ല രസമുണ്ട് ഇവിടെ. നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തും തോറും ഈ അരുവിയുടെ ആ ഒരു ശബ്ദം നമ്മുടെ കാതുകളിലേക്ക് കൂടുതൽ കേൾക്കാമായിരുന്നു.
അപ്പോൾ നമ്മളങ്ങനെ സസ്പെൻഷൻ ബ്രിഡ്ജിലെത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ തല കറങ്ങും കേട്ടോ, അത്രയ്ക്കും ഹൈറ്റിലായിരുന്നു. അവരതിൻ്റെ ഉള്ളിലൂടെ കല്ലുകളൊക്കെ എടുത്തിടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കല്ലുകളൊക്കെ എവിടെയാണ് പോകുന്നതെന്ന് പോലും കാണാനില്ല, അത്രയ്ക്കും ഡീപ്പാണ്. ഓ മൈ ഗോഡ്, സോ ഡീപ്പ്. ഓ ചാടല്ലേ. അപ്പൊ ഇത്രയും നല്ല ബ്രിഡ്ജ് ആരും കാണാതിരിക്കല്ലേ അമ്മ, ഇതൊക്കെ ആൾക്കാര് കാണണം. കേൾക്കാറില്ലേ? എനിക്ക് ആ റിവർ ഇങ്ങനെ പോകുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു. അതെടുത്തെ ആ സൈഡത്തെ റോക്കൊക്കെ ഇങ്ങനെ എത്തുമ്പോൾ അങ്ങോട്ട് വലിഞ്ഞ് ഇങ്ങനെ പോകുന്നതും അതൊക്കെ കിട്ടണ്ട. എൻ്റെ ലവ് എവർ ലാസ്റ്റിംഗ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കളർ ചേഞ്ചൊക്കെ ആയി വരുന്നുണ്ട്. അത് നല്ലൊരു പാലം, റാണി ഘോഷ് പാലം. എന്തൊരു ആഴമായിരിക്കുമല്ലോ അതിന്. നല്ലൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇവിടെയൊക്കെ അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി നല്ല കളേഴ്സ് ആവുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി കളർ മാറാറുണ്ട്. അതിൻ്റെ ആഴം നോക്കിയേ. നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അത് ബ്രേക്ക് ആവില്ല. ഉള്ളത് ഫെറിസ് ആൻഡ് ഫാമിലി മാപ്പ് ഉണ്ടോ? ഫോൾ ഗേറ്റ് ഹൗസ് അവേഴ്സ്, ബോട്ട് ലോഞ്ച് ഇവിടെ ഉണ്ട്. ഫെറിസ് പ്രൊവിൻഷ്യൽ പാർക്കിലെ മാപ്പ്. മൊത്തം കളർ മാറിയിട്ടുണ്ടല്ലേ. പൈപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തുറന്നു നോക്കിയാൽ വെള്ളം ഉണ്ടോ? കടന്നു പോലോ അവിടെ പണ്ട് ഒരു കാളട്ട് ഇനി അത് അടച്ചിട്ടേക്ക്. ഇനി നമ്മൾ വന്ന പ്ലേസ് ആണോടാ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത്. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും സൈനിങ് ഓഫ് 777 ജാക്ക് ജോൺസ്.